ആയിടെ സരസ്വതി ദേവിയെ പറ്റിയുള്ള ഒരു കഥ കേട്ടു. ദേവിയുടെ ആദ്യത്തെ പ്രേമ നാടകം. ഒന്നാമത്തേതോ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ട ആദ്യത്തേത്. എന്നെ കാണാൻ സ്ഥലത്തെ ഒരു മാന്യൻ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചുമ്മാ ചായ കുടിച്ച് തൊള്ളാനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്കായിട്ട് ചായ തയ്യാറാക്കുന്നുണ്ടെന്നും ആ ശ്രീമതി എന്നിൽ അനുരക്തയാണെന്നും 2 കുഞ്ഞുങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും കഷ്ടത്തിലാക്കരുതെന്നും മറ്റും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. നായന്മാരാണ്. ആ ഭാര്യയ്ക്കും ഭർത്താവിനും സാഹിത്യത്തോട് അഭിനിവേശമുണ്ട്. ഞാൻ ആ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് സരസ്വതി ദേവി ഇറങ്ങി വന്നു. യാതൊരു മുഖവരെയും കൂടാതെ എന്നോട് ചോദിച്ചു, മറ്റേ പുസ്തകങ്ങൾ അച്ചടിച്ചു കഴിഞ്ഞോ? ഞാൻ ഉടനെ മദ്രാസിന് പോകും. കോൺവൊക്കേഷൻ പുസ്തകം പ്രസ്സിൽ കൊടുക്കാത്തതിന് പ്രധാന കാരണം ദേവിയാണെന്ന് ദേവിയുണ്ടോ അറിയുന്നു. കഥകൾ ശരിപ്പെടുത്താൻ എടുക്കുമ്പോൾ ദേവിയുടെ രൂപമാണ് മുന്നിൽ. ഞാൻ പറഞ്ഞു, പ്രസ്സിൽ കൊടുത്തില്ല. മദ്രാസിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ ശരിയായേക്കും. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ വിടുമായിരിക്കും. അതല്ല, നിങ്ങൾ തിരികെ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. എന്ന് പോകുന്നു? 2 ദിവസത്തിനകം. ശരി, എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങൾ നടന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഭാര്യ കഷണ്ടിത്തലയെപ്പറ്റി പറഞ്ഞു. കുറേ ചിരിച്ചു. ഞങ്ങൾ ചായ കുടിക്കാൻ ഭാവിക്കുമ്പോൾ അയൽപ്പക്കത്തെ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ജോലിയൊന്നും ഇല്ലാതിരുന്ന ഒരു യുവാവാണ്. ഞങ്ങൾ തങ്ങളിൽ കണ്ടു പരിചയമുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ ചോദിച്ചു, എന്താ വിവാഹം ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, പെണ്ണും ആണുമായി ഒരു 1000-ലധികം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് വിവാഹം ചെയ്യാത്തതെന്ന്. എന്താ, നിങ്ങൾക്ക് സ്ത്രീകളോട് വിരോധമുണ്ടോ? ഭാര്യയുടെ വക ചോദ്യം. ഞാൻ പറഞ്ഞു, അയ്യോ, ഒരു വിരോധവുമില്ല. നിങ്ങളെ പണ്ട് വല്ല സ്ത്രീകളും ചതിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. പിന്നെന്ത് വിവാഹം ചെയ്യാത്തത്? ഒരു സ്ത്രീയുമായി 24 മണിക്കൂർ ഒരുമിച്ച് കഴിയാൻ വിഷമം. അവളുടെ ചാബല്യങ്ങളും നൂലാമാല വർത്തമാനവും എന്നെ ഹാലിളക്കും. അങ്ങനെ വരട്ടെ, സ്നേഹിതൻ്റെ ഭാര്യ പറഞ്ഞു. ഈശ്വര, ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള ചായയിലൊക്കെ വിഷം കലക്കി തന്നേനെ. ഞാൻ പറഞ്ഞു. ഞാൻ ഭവതിയുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ കുടിച്ചേനെ. എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഞാൻ എന്തൊരു രക്തസാക്ഷിയാണെന്ന് നോക്ക്. 5 കൊല്ലമായി നിരന്തരം ഞാൻ ഇതിൻ്റെ നൂലാമാല വർത്തമാനവും കേട്ട് ജീവിക്കുന്നു. ഞാൻ ഇതൊക്കെ സഹിക്കുകയായിരുന്നു. നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ കൂടെ പോയിക്കോളൂ, ഭാര്യ പറഞ്ഞു. അയലത്തെ യുവാവും എൻ്റെ ഭാഗം പിടിച്ചു. കൂട്ടുകാരൻ്റെ ഭാര്യ ഞങ്ങളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കി. സ്ത്രീകൾ ചീത്തയാണ്, എന്നാലും മണത്തി പിറകെ നടക്കും. സ്ത്രീകളുടെ ചാബല്യങ്ങളെപ്പറ്റി അവർ 2 പേരും വളരെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചു, ആ കന്നഡക്കാരിയില്ലേ? ഓ, സരസ്വതി ദേവി. അവരെപ്പറ്റി ഒരു കഥ ഇങ്ങേർക്കറിയാം. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇങ്ങേരുടെ ഒരു കൂട്ടുകാരനുമായി അവൾ പ്രേമത്തിലായിരുന്നു. അയാളിപ്പോൾ മദ്രാസിലുണ്ട്. നിങ്ങൾ പറയാൻ പോയത്? പിന്നെ അത് പറയാനുള്ള രസം പോയി. എൻ്റെ അകം പുകയാൻ തുടങ്ങി. മദ്രാസ് കോൺവൊക്കേഷൻ. എങ്കിലും ഞാനത് പറഞ്ഞു, ഭാവഭേദമൊന്നും കൂടാതെ ചിരിച്ചുകൊണ്ട് തന്നെ. പറഞ്ഞത് ഞാൻ ദേവിക്ക് എഴുതിയ പ്രസംഗം. ദേവിയെ വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വേലക്കാരൻ കൊണ്ടുപോയ ബ്ലൗസിൻ്റെ തുണിയൊക്കെ നോക്കാൻ പോയ സംഭവത്തെപ്പറ്റിയാണ്. സരസ്വതി ദേവി വെള്ളവസ്ത്രമേ ധരിക്കൂ എന്ന് ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് മറ്റേയാൾ പറഞ്ഞു തുടങ്ങി, ഞാൻ പറയുന്നതൊക്കെ രഹസ്യമായിരിക്കണം. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് എനിക്കറിയാം. സരസ്വതി ദേവിയോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞുവെന്നും പറയരുത്. ഇല്ല. ഞാനിരുന്ന് പുകഞ്ഞു. 2 ചെവികളിലും ഹൂ എന്നുള്ള മുഴക്കം പോലെ. അയാൾ പറഞ്ഞത് അതേപടി ഞാൻ കേട്ടില്ല. ചിന്ത പതറിപ്പോയി. എന്താണ് കാരണം? ഞാൻ സരസ്വതി ദേവിയെ സ്നേഹിക്കുന്നുണ്ടോ? ദേവിയെപ്പറ്റി കേട്ടത് ഇതാണ്. കേട്ടപ്പോൾ വളരെ അസൂയ തോന്നി. ദേവി വളരെ സുന്ദരിയാണല്ലോ. പഠിക്കുന്ന കാലത്ത് അപ്പു എന്നു പേരായ ഒരു വിദ്യാർത്ഥിയിൽ അനുരക്തയായി. അയാൾ വലിയ സുമുഖനായിരുന്നില്ല. കറുത്ത ഒരാളാണ്. വലിയ ഫുട്ബോൾ കളിക്കാരൻ. അവരുടെ പ്രണയം വളരെ ആദർശപരമായിരുന്നു. വെള്ള വസ്ത്രമേ ധരിക്കാവൂ എന്ന് 2 പേരും തീർച്ചയാക്കി. അനേകം പ്രേമലേഖനങ്ങൾ കൈമാറി. ദിവസവും അപ്പു ദേവിയുടെ വീട്ടിൽ ചെല്ലും. ദേവിയുടെ സഹോദരന്മാർ എതിർത്തു. പിന്നെ ആരും ഇല്ലാത്ത സമയത്തായി പോക്ക്. ഒരു ദിവസം ഉച്ചയ്ക്ക് ദേവിയുടെ സഹോദരൻ കയറി ചെന്നപ്പോൾ ദേവി അപ്പുവിൻ്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടു. ദേവിയുടെ സഹോദരൻ പേനക്കത്തി നിവർത്തി അപ്പുവിനെ കുത്താൻ ചാടി. ദേവി ഇടയിൽ ചാടി വീണു. എന്നെ കുത്തു, ഞാൻ പറഞ്ഞിട്ടാണ് അപ്പു വന്നത്. ജ്യേഷ്ഠൻ കുത്തുകൊണ്ടത് ദേവിയുടെ കൈത്തണ്ടിലാണ്. അതുമൊക്കെ കഴിഞ്ഞ് അപ്പു നാടുവിട്ടു. മദ്രാസിൽ താമസം ഉറപ്പിച്ചു. 2 പേരുടെയും കത്തുകൾ മുറയ്ക്ക് വന്നും പോയും കൊണ്ടിരുന്നു. അപ്പുവിന് പരിചയമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിക്ക് ദേവി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. ദേവിയും അപ്പുവുമായുള്ള പ്രേമബന്ധത്തെപ്പറ്റി അപ്പു മറ്റൊരു യുവതിയോട് പറയുമായിരുന്നു. ദിവ്യമായ അവരുടെ പ്രേമബന്ധം. ആയിടെ മറ്റേ യുവതി അപ്പുവിന് ദേവിയുടെ ഒരു കത്ത് കാണിച്ചു. ദേവിയെ കോളേജിലുള്ള ഒരു ലെക്ചറർ സ്നേഹിക്കുന്നുണ്ട്. വളരെ പ്രേമത്തിലാണ്. ദേവി നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ദിവ്യമായ പ്രേമബന്ധം
ആ യുവതി പരിഹസിച്ചു. അപ്പു പോയി നിറമുള്ള ഒരു സൂട്ട് തുന്നിച്ചു. അതോ അപ്പുവിൻ്റെ കഴുത്തിൽ ദേവി ഇട്ട മാലയുമായുള്ള ഫോട്ടോ തിരികെ അയച്ചു കൊടുത്തെന്നോ എന്തോ ഒക്കെ എൻ്റെ സ്നേഹിതൻ്റെ അയൽപ്പക്കക്കാരൻ പറഞ്ഞു. അയാളും അപ്പുവും ആത്മമിത്രങ്ങളാണ്. എല്ലാ എഴുത്തുകളും അയാൾ കണ്ടിട്ടുണ്ട്. എല്ലാം എനിക്ക് ശരിക്കും ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പു സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നു. ഏതായാലും ശുശ്രൂഷിക്കാൻ വന്ന നേഴ്സിനെ അയാൾ വിവാഹം ചെയ്തു. ഒടുവിൽ അയാൾ പറഞ്ഞു, ഈ വാർത്ത കേട്ട അന്ന് ദേവി വീണു. സുഖക്കേടായിട്ട് വളരെ നാൾ കിടന്നു. ഈയിടെയാണ് ഒരുമാതിരി പച്ചപ്പിടിച്ചു തുടങ്ങിയത്. ഈയിടെയായിട്ട് പട്ടുസാരികളും മറ്റും ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ആ സ്ത്രീയോട് പറയരുത്. പറയുമോ? ദേവിയെ എനിക്ക് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. ഹൃദയത്തോടെ അടുപ്പിച്ച് ഗാഢമായി ആലിംഗനം ചെയ്തുകൊണ്ട്, മധുരമായ മോഹനകാവ്യമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 1000 തവണ സരസ്വതി ദേവിയുടെ ചെവിയിൽ മന്ത്രിക്കണമെന്ന് തോന്നി. ദേവിയുടെ ഓരോ രോമകൂപങ്ങളിലും ചുംബിക്കണമെന്ന് തോന്നി. പക്ഷേ ഒന്നും ഞാൻ പുറത്തു കാണിച്ചില്ല. മാനസികമായ കുഴപ്പത്തിൽ ഒന്നിലും ചാടരുതെന്ന് ഞാൻ പണ്ടേ ഉറച്ചിരുന്നു. എങ്കിലും ദേവിയുടെ കോലവും ഭാവവും കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കും. ഞാൻ വിങ്ങിപ്പുകഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. മദ്രാസിൽ പോകാൻ യാത്രയായി ദേവി ഞാൻ താമസിക്കുന്നിടത്തേക്ക് വരുന്നത് കണ്ടു. കറുത്ത ഒരു പട്ടുസാരിയും വെള്ള ബ്ലൗസും ധരിച്ചാണ് വന്നത്. കണ്ട ഉടനെ ഞാൻ കുളപ്പുരയിലേക്ക് പോയി. എന്നോട് യാത്ര ചോദിക്കാൻ വന്നതാണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. യാത്ര ചോദിക്കാതെ ദേവി മദ്രാസിലേക്ക് പോയി. 2 ആഴ്ചക്കുള്ളിൽ തിരികെ വരുമെന്നും എനിക്കറിയാമായിരുന്നു. വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത്. ഈ പ്രേമത്തെ നശിപ്പിക്കണം. എങ്ങനെ? സരസ്വതി ദേവിയുടെ വൈരൂപ്യങ്ങളെപ്പറ്റി ഞാൻ ഓർത്തു. ചാബല്യങ്ങളെപ്പറ്റി ഓർത്തു. താനൊരു സുന്ദരിയാണെന്ന് സദാ വിചാരിക്കുന്ന സ്ത്രീയാണ് ദേവി. വലിയ പ്രാസംഗികയാണെന്നും വിചാരമുണ്ട്. സ്വന്തമായി ഒന്നും ചിന്തിച്ചിട്ടില്ല. പഴഞ്ചൻ വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൃദയം നിറയെ. അതിൽ കുറേ മുറിവുകളുണ്ട്. ദേഹത്താണെങ്കിൽ ഒട്ടും മാംസമില്ല. മുലകൾ തളർന്നതാണോ? ആകെ കൂടി വസ്ത്രത്തിൻ്റെ സൗന്ദര്യം, പൗഡറിൻ്റെ സൗന്ദര്യം, കണ്ണടയുടെ സൗന്ദര്യം. മുടി വലിഞ്ഞുകെട്ടി പുറകിൽ അപ്പം പോലെ വച്ചു നടക്കുമ്പോൾ ശോഷിച്ച കഴുത്തും മുന്നോട്ടുള്ള വളവും ആകെ യുവത്വം ഭാവിക്കുന്ന ഒരു പ്രതീതി. വേറൊന്ന്, ദേവി വെളുത്തതാണ്. സഹോദരന്മാരും സഹോദരിയും കറുത്തതാണ്. അമ്മയും ലേശം വെളുത്തതാണ്. അച്ഛൻ ഇരുണ്ട നിറം. ദേവിക്ക് എങ്ങനെ വെള്ള നിറം വന്നു? ദേവിയെ എങ്ങനെയായിട്ടും മറക്കുവാൻ കഴിഞ്ഞില്ല. എപ്പോഴും ചിന്ത. അടുത്ത ആഴ്ച മദ്രാസിൽ നിന്ന് വരും. അപ്പോൾ എന്നെ കാണരുത്. ഞാൻ സ്ഥലം വിട്ടു ദേവിയുടെ സഹോദരന്മാർക്കും സഹോദരിക്കും വായിക്കുവാൻ കൊടുത്തിരുന്ന പുസ്തകങ്ങൾ തിരികെ വാങ്ങിച്ചു. ദേവി വായിച്ചു തീരും മുമ്പ്. എന്നിട്ട് പെട്ടികളും കിടക്കയും മേശയും കസേരകളും പുസ്തകങ്ങളുമായി വേറൊരു സ്ഥലത്തേക്ക് മാറി. അവിടെ അടുത്തുള്ള പെൺകിടാങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു. പക്ഷേ ഫലിച്ചില്ല. ശ്രദ്ധ ചെല്ലുന്നില്ല. ആയിടെ വേറൊന്നും സംഭവിച്ചു. ദേവിയുടെ ഒരു പരിചയക്കാരൻ പുരോഗമന സാഹിത്യകാരന്മാരെ ആക്ഷേപിച്ച് ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തി. ദേവി എന്നോട് പറഞ്ഞിട്ടുള്ള ബാലിശങ്ങളായ അഭിപ്രായങ്ങൾ അതിലുണ്ടായിരുന്നു. അയാളെയും ദേവിയെയും കൂടി സംഘടിപ്പിച്ച് ഞാൻ പലതും ഊഹിച്ചു. ബലമായി ഊഹിച്ചു. കഠിനമായി ഊഹിച്ചു. ദേവിയുടെ സഹോദരനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മറ്റേ ലേഖനം കണ്ടോ? നിങ്ങൾക്കെല്ലാം നല്ല അടിയുണ്ടതിൽ. ഞാൻ പറഞ്ഞു, അത് സരസ്വതി ദേവിയല്ലേ എഴുതിയത്? നന്നായിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് വന്നോ? വന്നു. ദേവി എൻ്റെ ഹൃദയത്തിലേക്കും വന്നു. ഞാൻ അറിയാതെ വന്നു കയറിയിരിക്കുന്ന മാതിരി. സദാ ചിന്ത, തീവ്രമായ ചിന്ത. എന്നെപ്പറ്റിയുള്ള ദേവിയുടെ തീവ്രമായ ചിന്തയുടെ അലകൾ. എന്നോട് കഥ. എന്തൊരു കഥ! എന്തിന് സരസ്വതി ദേവി എന്നെപ്പറ്റി ചിന്തിക്കുന്നു? വേണ്ട, എനിക്ക് വെറുക്കണം, മറക്കണം. അങ്ങനെ ആയിടെ ഞാൻ ഒരു ദിവസം റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ദേവി വരുന്നത് കണ്ടു. ദൂരെ വെച്ചേ ദേവി എന്നെയും ഞാൻ ദേവിയെയും കണ്ടു. അടുത്തു വന്നിട്ട് മന്ദഹാസത്തോടെ വർത്തമാനം പറയും. പാടില്ല. ഞാൻ അകത്തേക്ക് പോയി. ദേവി അങ്ങനെ പോകട്ടെ. എൻ്റെ അടുത്തേക്ക് എന്തിനു വരുന്നു? ദേവിയെ ഇനി ദിവസവും കാണേണ്ടി വരും എന്നുദ്ദേശിച്ച് ഞാൻ വീണ്ടും സ്ഥലം വിട്ടു. അവിടെ ചെന്നതിൻ്റെ 5-ാം ദിവസം ദേവിയുടെ ആദ്യത്തെ കത്ത് വന്നു. കൈവഴി കൊണ്ടുവന്നത് സ്വന്തം ഇളയ സഹോദരൻ തന്നെ. ഞാൻ കവർ പൊളിച്ചു. ദീർഘമായ ഒരു കത്ത്. പ്രിയ സുഹൃത്തെ, താങ്കളോടുള്ള ബഹുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എഴുതുന്നത്. നാം കണ്ടുമുട്ടി സമുദ്രത്തിലെ കപ്പലുകളെപ്പോലെ. 1 മണിക്കൂർ നേരത്തെ മധുര സംഭാഷണങ്ങൾക്ക് ശേഷം നാം പിരിയുന്നു. എന്തിന് തെറ്റിദ്ധാരണയുടെ മേഘങ്ങൾ പരത്തണം? എന്നെ വിശ്വസിക്കൂ, ആ ലേഖനവും ഞാനുമായി ഒരു ബന്ധവുമില്ല. അതെഴുതിയ ആളോട് താങ്കളോട് എനിക്കുള്ള അത്ര സ്നേഹമില്ല. ഇത് വിശ്വസിക്കണം. അയാൾ എൻ്റെ വെറും ഒരു പരിചയക്കാരൻ മാത്രമാണ്. ഞാൻ BSc പാസ്സായ ഉടനെ ഇവിടെ അടുത്തൊരു സ്കൂളിൽ കുറേ കാലത്തേക്ക് ജോലി നോക്കി. ആ മനുഷ്യൻ ആ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. അത്രയേ ഉള്ളൂ. ആ ലേഖനത്തിൽ കണ്ട ചില അഭിപ്രായങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും അതുമായി ആ ലേഖനവുമായി എനിക്ക് ബന്ധമില്ല. പുരോഗമന സാഹിത്യകാരന്മാരുടെ അഭിപ്രായങ്ങളോട് എനിക്ക് യോജിക്കുവാൻ നിവൃത്തിയില്ല. ജുഗുപ്സാവഹങ്ങളായ ഭാഗങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. അളിഞ്ഞു നാറിയ വശത്തെ എന്തിനു ചിത്രീകരിക്കുന്നു? സാഹിത്യത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ സന്മാർഗബോധമുള്ളവനാക്കി തീർക്കുക എന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് സരസ്വതി ദേവിക്ക് 22.5 വയസ്സുണ്ടെന്നും
വിഷാദകരങ്ങളായ വളരെ അനുഭവങ്ങളുണ്ടെന്നും അതുപോലെ എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്നും സാഹിത്യത്തിൽ അതൊക്കെ പകർത്തുന്നത് ശരിയല്ലെന്നും സാഹിത്യം മനസ്സിന് ഉല്ലാസം കൊടുക്കുന്നതായിരിക്കണമെന്നും മറ്റും പിന്നെ വിമർശനങ്ങൾ. കത്ത് വായിച്ച് തിരികെ കൊടുത്തയക്കണം. ഒടുവിൽ ഇങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു: എനിക്ക് താങ്കളെ ഇഷ്ടമാണ്. നമ്മൾ തമ്മിൽ ഇനി കാണുകയില്ലായിരിക്കും. താങ്കൾ എഴുത്തു വായിച്ച് എന്നോട് തർക്കിക്കാൻ വരരുത്. എൻ്റെ അച്ഛൻ എന്നെ കൊന്നുകളയും. പ്രിയ സുഹൃത്തെ, എനിക്ക് മാപ്പ് നൽകണം. എന്നെ തെറ്റിദ്ധരിക്കരുത്. താങ്കളെ ഈശ്വരൻ സഹായിക്കട്ടെ. സസ്നേഹം, സരസ്വതി ദേവി. സരസ്വതി ദേവിയുടെ ആദ്യത്തെ കത്ത്. തുടർന്നുള്ള സംഭവങ്ങൾ അതിലേക്കുള്ള മുഖവുരയാണ് ഇതുവരെ പറഞ്ഞത്. ദേവിയുടെ ആ കത്തിന് ഞാൻ ഒരു ചെറു കുറിപ്പ് മാത്രം കൊടുത്തയച്ചു. തെറ്റിദ്ധാരണ ഒന്നുമില്ല. നിങ്ങൾ എഴുത്തയച്ചത് നന്നായി. അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹം പോലെ വന്ന ഈ കത്ത് തിരികെ അയക്കുന്നില്ല. ഞാൻ ദീർഘമായ ഒരു കത്ത് അയക്കുന്നതാണെന്ന് ഭീഷണിപ്പെടുത്തിക്കൊള്ളുന്നു. ആ ഭീഷണി പ്രവൃത്തി രൂപത്തിൽ വരുത്തിയത് ഒരാഴ്ച കഴിഞ്ഞാണ്. ഞാൻ വളരെ ആലോചിച്ചു. എഴുതിപ്പോയാൽ എൻ്റെ പ്രേമം പുറത്തു ചാടും. അതിൻ്റെ ഫലം എന്തായിരിക്കും? ഞാൻ എങ്ങും തൊടാതെ ദീർഘമായ ഒരു കത്തെഴുതി. എനിക്കും ദേവിയെ ഇഷ്ടമാണ്. കണ്ട അന്നേ സരസ്വതി ദേവി ഒരു വിഷാദമധുരമായ കവിത, എ സാഡ് സ്വീറ്റ് പോയം എന്ന് തോന്നാൻ കാരണമെന്ത്? പുരോഗമന സാഹിത്യം ജീവിതത്തിൻ്റെ അളിഞ്ഞ വശം ചിത്രീകരിക്കുന്നതല്ല. മനുഷ്യ സമുദായത്തിന് ഒരു പുരോഗതി ഉണ്ടെന്ന് വിശ്വസിച്ച് ബോധപൂർവം എഴുതുന്നവരാണ് പുരോഗമന സാഹിത്യകാരന്മാർ. തൽക്കാലത്തേക്ക് സാഹിത്യം ജീവിതത്തിൻ്റെ ഒരു കണ്ണാടിയാണെന്ന് വിചാരിക്കൂ. അതിൽ എല്ലാം വരും. മനസ്സിൻ്റെ ഉല്ലാസത്തിന് വേണ്ടി മാത്രം സാഹിത്യ സൃഷ്ടി ചെയ്യുന്നവരല്ല പുരോഗമന സാഹിത്യകാരന്മാർ. ദേവിയുടെ അഭിപ്രായങ്ങൾ തെറ്റോ ശരിയോ എന്ന് ഞാൻ പറയുന്നില്ല. അതിനോട് യോജിക്കാൻ കഴിയാത്തതിൽ വ്യസനമുണ്ട്. മറ്റേ ആളുടെ ലേഖനം വെറും ബാലിശമാണ്. അത്രയേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. തൽക്കാലം ഞാൻ കത്തു ചുരുക്കുന്നു. മനസ്സിനും ശരീരത്തിനും സുഖമില്ല. ദേവിക്ക് സുഖമാണെന്ന വിശ്വാസത്തോടെ, മംഗളാശംസകളോടെ. ഇങ്ങനെ ഒരു കത്തെഴുതി വീട്ടുമേൽവിലാസത്തിൽ അയച്ചു. കത്ത് ഒരു വലിയ നോട്ട് ബുക്കിൽ പകർത്തിയിട്ടാണ് അയച്ചത്. അതിന് മറുപടി വരാൻ കുറേ ദിവസം പിടിച്ചു. മറുപടി അയക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മറുപടി വന്നു: പ്രിയ സുഹൃത്തെ, കലയുടെ ലക്ഷ്യം സന്മാർഗബോധം ഉളവാക്കുകയാണെന്ന് വിശ്വസിക്കാത്ത കലാകാരനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും വ്യക്തിപരമായ വിദ്വേഷമില്ല. താങ്കളുടെ സുഖക്കേട് വേഗം ഭേദമാകുന്നതിന് ഞാൻ പ്രാർത്ഥിക്കാം. ഭാഷാദേവിക്ക് ലേഖന സുമങ്ങൾ അർപ്പിക്കാൻ മനുഷ്യ സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള ശക്തി താങ്കൾക്ക് ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചവൻ തരട്ടെ. താങ്കളുടെ അടുത്ത കത്തിന് ഞാൻ ഒരുപക്ഷെ മറുപടി അയച്ചെന്ന് വരില്ല. എങ്കിലും താങ്കളെ എനിക്കിഷ്ടമാണ്. വിരോധമില്ലെങ്കിൽ താങ്കളുടെ സ്ഥിരമായ മേൽവിലാസം എനിക്ക് തരണം. എൻ്റെ ഓർമ്മയ്ക്കായിട്ടെങ്കിലും സൂക്ഷിക്കണമെന്നുള്ളത് അഭിലഷണീയമായ ആഗ്രഹമാണോ? ഞാൻ ലോകോത്തരമായ ഒരു ഗ്രന്ഥം തരാം. ഋഷിനാഥൻ്റെ ഉദ്ധാരകൻ്റെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ. എൻ്റെ പേരുകൊണ്ട് മാത്രം മലിനമായത്. എൻ്റെ 2 കത്തുകളും ഞാൻ കോളേജ് വിലാസത്തിൽ പ്രതീക്ഷിക്കുന്നു. മടക്കി അയക്കണം. അയക്കാതിരിക്കുന്നത് പുരുഷത്വമല്ല. താങ്കളെ ഈശ്വരൻ സഹായിക്കട്ടെ. സസ്നേഹം, സരസ്വതി ദേവി. മറുപടി വേഗം അയച്ചില്ല. കുറേ ദിവസം താമസിച്ചു. ദേവിയെ വീണ്ടും കണ്ടു സംസാരിച്ചു. ദേവിക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞു. കുറേ കഥകൾ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ദേവി സ്വന്തമായി ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കഥയുടെ ഒരു അനുകരണം. എനിക്കിഷ്ടമുള്ള ഗ്രന്ഥകാരനെ അനുകരിച്ചതിൽ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരുത്തി അയക്കണം. പിറ്റേ ദിവസവും കണ്ടു. ഞാൻ പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നു. ദേവി കോളേജിൽ നിന്ന് മടങ്ങുകയാണ്. വൈകുന്നേരം എന്നെ കണ്ടതുകൊണ്ട് പോകേണ്ട ഇടവഴി വിട്ട് നേരെ ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്തുകൂടി പോയി നോക്കി മന്ദഹസിച്ചു. വിഷാദമധുരമായ മോഹന കാവ്യമേ. കയ്യിൽ ഒരു വലിയ പൂച്ചെണ്ടുണ്ടായിരുന്നു. എന്തോ പ്രസംഗിച്ചതിന് കിട്ടിയതായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അത് വളരെ അഭിമാനത്തോടെയാണ് പിടിച്ചിരിക്കുന്നത്. മുടി വളരെ വലിഞ്ഞു കെട്ടിവെച്ചിരുന്നതിനാൽ വൃത്തികേട് തോന്നിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെന്ന് പ്രസംഗിച്ചതുകൊണ്ട് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. എന്നോട് ഒരു പുസ്തകം അന്വേഷിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പഠിപ്പിക്കുന്ന രീതിയെപ്പറ്റി പ്രതിപാദിക്കുന്നത് അന്വേഷിക്കാമെന്നും പറഞ്ഞ് ഞാൻ തിരികെ പോന്നു. രാത്രി വളരെ കത്തുകൾ ദേവിക്ക് എഴുതി. ഒന്നും അയച്ചില്ല. ഹൃദയം കുറേ അധികം പകർന്നു പോകുന്നു. എങ്കിലും ചിന്ത ദേവി തന്നെ. മറുപടി അയക്കാതിരിക്കാൻ വയ്യ. അയച്ചില്ലെങ്കിൽ എന്ത്? എൻ്റെ കത്തുകൾ തിരികെ അയക്കാഞ്ഞതെന്ത്? പിറ്റേ ദിവസം കാലത്ത് ദേവി കോളേജിൽ പോകുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയച്ചില്ല. അയക്കാം. വീട്ടിലേക്കല്ല, കോളേജിലേക്ക്. ഓർമ്മയുണ്ട്. ഓ. ദേവി നടന്നു. മുടി വീണ്ടും വലിഞ്ഞ് അപ്പം പോലെ പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നു. വസ്ത്രങ്ങൾ ദേഹത്തിന് പറ്റാത്തതുപോലെ. അന്ന് 4:30-ഓ 5-നോ വീണ്ടും കണ്ടു. വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച്. വർത്തമാനത്തിനിടയ്ക്ക് ദേവി ഒരു വിപ്ലവകാരിയാണെന്ന് പറഞ്ഞു. എന്തു വിപ്ലവം? എനിക്ക് ചിരി വന്നു. കോളേജിൽ പ്രൊഫസർമാരൊക്കെ പറയുന്നുണ്ടല്ലോ. എല്ലാവരോടും ഓടി നടന്ന് ചിരിച്ച് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ അതിൽ വിപ്ലവമൊന്നും കാണുന്നില്ല. ഇടയ്ക്ക് പ്രസംഗക്കാരിയും വലിയ ഡിഗ്രിയുള്ളവളും പ്രശസ്തയുമായ വേറൊരു സ്ത്രീയുടെ കാര്യം വന്നു. വീണ്ടും എന്നെ കോളേജിൽ പ്രസംഗത്തിന് ക്ഷണിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ മഹതിയോട് ഞാൻ പറയാം, വന്ന് പ്രസംഗിക്കും. അവൾ ചീത്തയാണ്. എന്ത് ചീത്ത? സൂക്ഷിച്ച് സംസാരിക്കൂ. അവരെൻ്റെ സ്നേഹിതയാണ്. ദേവിക്ക് കലി കൊണ്ടു. ഓ, അവളുടെ ശരീരത്തിൻ്റെ ചരിത്രം എനിക്കറിയാം. ഹൃദയത്തിൻ്റെ അറിയാം.
അവൾ അവൾ താങ്കളുടെ സ്നേഹിതയായിരിക്കാം, താങ്കളുടെ ആരാധികയായിരിക്കാം. താങ്കളുടെ ക്ഷോഭത്തോടെ തിരിഞ്ഞ് മതിലിൽ നിന്ന് ഒരു ചെറിയ പുല്ല് പിഴുത് ദേഷ്യത്തോടെ ഞെരടി ദൂരെ കളഞ്ഞു. വിഷയം മാറ്റാനായി ഞാൻ ചോദിച്ചു, എഴുതിയ കഥ എവിടെ? ഉടനെ ഭാവം മാറി. വളരെ പാകതയുള്ള മന്ദഹസിക്കുന്ന നിർദോഷിയായി. അവ നല്ലതല്ല. സാരമില്ല, നമുക്ക് നന്നാക്കാം. സാഹിത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ നന്നായി എന്നെ കൈപ്പിടിക്കണം. ഓ, സമ്മതിച്ചു. അന്ന് സന്ധ്യയ്ക്ക് ഞാൻ ദേവിയുടെ അയൽപ്പക്കത്ത് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ താമസമാക്കിയ എൻ്റെ കുറേ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ കാണാൻ ഞാൻ അവിടെ ചെന്നു. കയറിയ ഉടനെ എന്നെ കണ്ടിട്ടോ എന്തോ ദേവിയും അവിടെ വന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു. എൻ്റെ പരിപൂർണ സമ്മതത്തോടു കൂടിയല്ല എന്നെ പ്രസിഡൻ്റാക്കിയത്. അതിൻ്റെ എതിർ സംഘടനയായ സ്റ്റുഡൻസ് കോൺഗ്രസ്സുകാരും എന്നെ പ്രസിഡൻ്റാക്കാൻ ശ്രമിച്ചതാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ ഉള്ളുകൊണ്ട് ശത്രുതയാണെങ്കിലും രണ്ടു കൂട്ടരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. അവരിൽ പ്രധാനികളെല്ലാം എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. മിക്കവരുമായും ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ്സുകാരുമായും ഭീകര പ്രസ്ഥാനക്കാരുമായും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി സാംസ്കാരിക വിഭാഗത്തിൻ്റെ ഒരു കലാപ പ്രകടനം ഉണ്ടായിരുന്നു. ഏതോ മത്സര പ്രസംഗത്തിന് ദേവിക്ക് ഒരു സമ്മാനമുണ്ടെന്ന് ദേവി എന്നോട് പറഞ്ഞു. ആ മത്സരത്തിന് അധ്യക്ഷത വഹിച്ച മാന്യ നേരത്തെ എന്നെ അറിയിച്ചിരുന്നു. നിങ്ങളുടെ സുഹൃത്തായ സരസ്വതി ദേവിക്ക് ഞാൻ 1ാം സമ്മാനം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ദേവിയോട് പറഞ്ഞു, ആ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നു. ഓ, എല്ലാവരും പറഞ്ഞു താങ്കൾ മീറ്റിങ്ങിനൊന്നും വരികയില്ലെന്ന്. സാധാരണയായി ഈ മീറ്റിംഗ് മേളകൾക്കൊന്നും ഞാൻ പോകാറില്ല. എങ്കിലും ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ വരുമായിരുന്നു. വർത്തമാനത്തിനിടയ്ക്ക് മറ്റുള്ളവരുടെ ഏതോ അഭിപ്രായത്തെ ദേവി ഖണ്ഡിക്കാൻ ശ്രമിച്ചു. ദേവിക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ നയത്തിൽ ഒട്ടും വിശ്വാസമില്ല. അടുത്തു നിന്ന കമ്മ്യൂണിസ്റ്റുകാരനോട്, നിങ്ങളെന്തിന് മുസ്ലിം ലീഗിൻ്റെ പിന്തിരിപ്പൻ നയത്തോട് യോജിക്കുന്നു? അവരുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ളതല്ലേ? അവരൊരു ബഹുജന സംഘടനയാണ്. അവരുടെ താല്പര്യങ്ങളെ കോൺഗ്രസും ഗാന്ധിജിയും എന്തുകൊണ്ട് വകവയ്ക്കുന്നില്ല? കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിച്ചു. ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്നാണോ? കോൺഗ്രസ് ഒരു ഹൈന്ദവ സംഘടനയാണെന്നുള്ള ജിന്നയുടെ വാദം ശരിവെച്ചു കൊടുക്കണമെന്നാണോ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവി തിരിഞ്ഞും എന്നോട് ചോദിച്ചു. ഒന്നും പറയാനില്ലേ? ഞാൻ ചോദിച്ചു. ദേവിക്ക് എന്താണ് സംശയം? താങ്കളൊരു കമ്മ്യൂണിസ്റ്റാണോ? എനിക്ക് ചിരി വന്നു. ഞാനൊരു കലാകാരനാണ്. ഓ, കമ്മ്യൂണിസ്റ്റുകാരുടെ നയങ്ങളെപ്പറ്റി എന്ത് പറയുന്നു? വിശേഷമൊന്നുമില്ല. ഇത് ദേവി ശരിക്കും ഗ്രഹിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസത്തിലല്ലാതെ മറ്റൊന്നിലും വിശ്വസിക്കുന്നില്ല. അവരുടെ നിറം മാറ്റമോ പോളിസി ഉന്നം കമ്മ്യൂണിസം. 2ാം ലോക മഹായുദ്ധം, ആർഷഭാരതത്തെ അടിമത്തത്തിൽ വച്ചു ഭരിക്കുന്ന ബ്രിട്ടീഷ് കാബാലികരും ഹിറ്റ്ലർ ജർമ്മനിയും തമ്മിലുള്ള ജനകീയ യുദ്ധമായിരുന്നു എന്നവർ പറയുന്നതോ? ഞാനൊരു പൊളിറ്റീഷ്യനല്ല. അമേരിക്കയും യുദ്ധ പങ്കാളിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് റഷ്യ ചേർന്നപ്പോൾ ഏതായാലും ആ നശിച്ച യുദ്ധം കഴിഞ്ഞു. അത് ജനകീയമായിരുന്നോ സാമ്രാജ്യത്വപരമായിരുന്നോ എന്ന് ഇപ്പോൾ നമ്മൾ തർക്കിച്ച് വഴക്കടിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ പോന്നു. രാത്രി കോൺഫറൻസ് ഹാളിൽ ദേവിയെ കണ്ടു. വളരെ സ്ത്രീകളുണ്ടായിരുന്നു. ദേവി എന്നെ കണ്ട ഉടനെ എൻ്റെ അടുത്ത് വന്നു. പല ചെറുപ്പക്കാരികളെയും എനിക്ക് പരിചയപ്പെടുത്തി. ദേവിയുടെ കോളേജിൻ്റെ ആനിവേഴ്സറിക്ക് ഞാനൊരു നാടകം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രേമവും തമാശയും ഉണ്ടായിരിക്കണം. പ്രേമമില്ലാത്ത ജീവിതം ശുഷ്കമാണ്. ഞാൻ സമ്മതിച്ചു. കലാപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി 2 മണിക്ക് ഒരു പറ്റം ചെറുപ്പക്കാരികളോ കുറേ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കൂടി വലിയ ഒരു ഗ്യാസ് ലൈറ്റോടു കൂടി വരികയായിരുന്നു. ദേവി വഴിക്ക് എന്നെ കണ്ടു. നമുക്കിതിലെ പോകാം, വരൂ, എന്നെ ക്ഷണിച്ചു. വഴിക്ക് വീണ്ടും തർക്കം. കമ്മ്യൂണിസ്റ്റുകാർ പലതും പറഞ്ഞു. ദേവിക്ക് ഒന്നിനും സമാധാനമില്ല. ആ വിഷമം പിടിച്ച നില കണ്ട് എനിക്ക് ദുഃഖം തോന്നി. ഞാൻ പറഞ്ഞു, ദേവിക്ക് മുഴുവനും ഹൃദയമാണ്, ആദർശവാദിയാണ്. നിങ്ങൾ പറയുന്ന പോളിസിയൊന്നും ദേവിക്ക് മനസ്സിലാവുകയില്ല. ദേവിക്ക് സമാധാനമായി. ഞാൻ വികാരപ്രധാനയാണ്. നല്ലത്. എൻ്റെ താമസ സ്ഥലത്തിനടുത്തായപ്പോൾ ദേവി വീണ്ടും ദേഷ്യപ്പെട്ടു. മൂക്കത്ത് ചുണ്ടി പോലെ. കമ്മ്യൂണിസ്റ്റുകാരാണ് കാരണം. ഞാൻ സമാധാനിപ്പിച്ചു. അപ്പോൾ ആ പഴയ ഭയങ്കര ചോദ്യം, അങ്ങും ഒരു കമ്മ്യൂണിസ്റ്റാണോ? എ ഹംബിൾ ആർട്ടിസ്റ്റ്. അങ്ങൊരു കമ്മ്യൂണിസ്റ്റാണോ? കലാകാരൻ മാത്രം. ഓ, എന്നെ പിച്ച് ചീന്താനുള്ള ദേഷ്യം. എല്ലാവരും കൂടി എൻ്റെ വസതിക്കടുത്ത് നിന്നു. പല യുവതികളും എനിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു. മഹാകവി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ദേവി. ഗുഡ് നൈറ്റ് ആൾ.